ഹായ്. ഹലോ, നമസ്കാരം. നമസ്കാരം. അമ്മേ നോക്ക്, ബറോസിന്റെ സിനിമയ്ക്ക് കൺസെപ്റ്റ് വരച്ച ആളാണ്. അല്ലാണ്ട് തന്നെ പ്രോസ്തെറ്റിക്സ്, സിനിമകളിൽ കാണുന്ന പ്രോസ്തെറ്റിക്സ് വർക്കുകളെല്ലാം തന്നെ ഇപ്പൊ ചെയ്യുന്ന ആളാണ് സേതു ശിവാനന്ദ്. അഷിയുടെ ഒരു വീഡിയോ അടുത്തിടെ ഭയങ്കര വൈറലായി. ഡമ്മി ഡെഡ് ബോഡിയുടെ വീഡിയോ ആയിരുന്നു വൈറലായത്. അതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ രോമം വരെയുണ്ട്. ലാലേട്ടന്റെ കൈ ഉണ്ടെന്ന് കേട്ടോ. ലാലേട്ടന്റെ കൈ ഇരിപ്പുണ്ട്. അത് വർക്ക് കഴിഞ്ഞിട്ടില്ല. ലാൽസാറിന്റെ കയ്യിൽ നിന്ന് എടുത്ത മോൾഡ് ആണ് അത്. ഒടിയന്റെ മാല അച്ഛനയച്ച ഈ ലോക്കറ്റ് ഒക്കെ ചെയ്ത പ്രൊമോഷന്റെ സമയത്ത് വാലിബന്റെ ആ കമ്മല് ചെയ്തത് സേതുചേട്ടന്റെ അച്ഛനാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുന്നതാണല്ലോ ഈ വർക്കുകളൊക്കെ. ഇതൊക്കെ ഈ കയ്യും കാലും രോമം അടക്കം. ഈ ബേബീസിനൊക്കെ ഈ ആറ്റിലെറിയാനും തോട്ടിലെറിയാനും കുളത്തിലെറിയാനും ഒക്കെ ഉള്ള ബേബീസ് അല്ലേ? അതെ അതെ. അത് പിന്നെ ഡെലിവറി ടൈമിൽ കാണിക്കുന്ന സംഭവങ്ങളാണ്. ഡെലിവറിയിൽ ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്തിട്ട്. അതെ അതെ അതെ. ഓ, അത് മിക്കപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഒറിജിനൽ കുഞ്ഞുങ്ങളല്ലേ? അല്ല. ലാൽസാറിന് കൊടുത്ത ഗണപതിയുടെ ഒരു മോഡൽ കാണിച്ചത്. ഈ ഗണപതി അന്ന് കണ്ടിട്ടില്ലേ? ലാൽസാറിനെ കസ്റ്റമൈസ് ചെയ്ത ഈ സാധനമാണ്. പുള്ളിയെ ഒരു ഡമ്മി ഒരു സാധനം കാണിച്ചു തന്നിട്ട് ആ മോഡൽ നമ്മളായിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനം. ഈ പിരുകൊക്കെ ഇനി കട്ട് ചെയ്ത് ഇത് പിൻ ചെയ്ത് ഒറിജിനൽ മുടി നിങ്ങൾ എവിടെ പോയി എടുക്കും? ബാർബർ ഷോപ്പിൽ പോയോ? ബാർബർ ഷോപ്പിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ താടിയൊക്കെ വളർത്തുന്ന ആൾക്കാരുടെ നമ്മൾ നേരത്തെ പറയും ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും തരണേ. ഇതൊരു ബിസിനസ് ആയിരുന്നല്ലേ? ഹലോ സേതു ചേട്ടാ. എന്തോ വരുവാ. ഹായ്. ഹലോ, നമസ്കാരം. നമസ്കാരം. സേതു ചേട്ടാ, നിങ്ങളുടെ ഒറിജിനൽ കൈയല്ലായിരുന്നോ? അമ്മേ നോക്ക്, ഇത് ഒറിജിനൽ കൈയായിട്ടുള്ള ഫീൽ ചെയ്യുന്നത്. കറക്റ്റ് ഡീറ്റെയിലിങ്. ഇത് കൈയുടെ ഇതുണ്ട്. എൻ്റെ കൈ ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറക്റ്റ് ടെക്സ്ചർ കണ്ടോ? കറക്റ്റ് ടെക്സ്ചർ. എനിക്ക് പൊന്നെ, ഇതിൽ കണ്ടോ ഡീറ്റെയിലിംഗ് ആയിട്ട് ബ്ലഡ് വരെ ഉണ്ട്. ഇതാണ് സേതു ചേട്ടാ, ഇത് ഏത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാ? ഇത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല. ഇത് ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ഡെമോ ആയിട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഇതുകൊണ്ട് കുറെ സംഭവങ്ങളുണ്ട്. അതിപ്പം ഇപ്പൊ കുറച്ച് റെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിരിക്കാം. നിങ്ങൾ എങ്ങനെയാണ് ആൾക്കാരെ വരുമ്പോൾ ഇവിടെ പ്രേരിപ്പിക്കുന്നത്? കൈയൊക്കെ കൊടുത്ത്? അങ്ങനല്ല, ഇവിടെ വരുന്നവർക്ക് ഒരു വെൽക്കം ഓരോരുത്തർ സംഭവം ഉണ്ടല്ലോ. എന്റെ പൊന്നേട്ടാ, ഇത് സത്യം പറയാം, എനിക്കിത് കണ്ടിട്ടേ ചേട്ടനിത് എന്റെ കയ്യിൽ അല്ലാണ്ട്, ചേട്ടൻ കൈയെ പിടിപ്പിച്ചോണ്ടാണ് ഞാൻ എടുത്തത്. അല്ലാണ്ട് ചേട്ടൻ എന്റെ കയ്യിൽ തന്നെ ഞാൻ എടുക്കത്തില്ല. കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയത്. ഞങ്ങൾ രോമം ഫില്ല് ചെയ്യാറുണ്ട്. രോമം കൂടെ ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പേടി വരും. ഈ ഞാൻ ആളെ പറഞ്ഞു തരാം കേട്ടോ. അടുത്തിടെ ഇത് നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. ബറോസിന്റെ സിനിമയ്ക്ക് കൺസെപ്റ്റ് വരച്ച ആളാണ്. അല്ലാണ്ട് തന്നെ പ്രോസ്തെറ്റിക്സ്, സിനിമകളിൽ കാണുന്ന പ്രോസ്തെറ്റിക്സ് വർക്കുകളെല്ലാം തന്നെ ഇപ്പൊ ചെയ്യുന്ന ആളാണ് സേതു ശിവാനന്ദ് അല്ലേ? സേതു ആലപ്പുഴക്കാരനാണ് കേട്ടോ. അഷിയുടെ ഒരു വീഡിയോ അടുത്തിടെ ഭയങ്കര വൈറലായി. ഡമ്മി ഡെഡ് ബോഡിയുടെ വീഡിയോ ആയിരുന്നു വൈറലായത്. ഒരു മലയാളികൾ ചെയ്തൊരു ഹിന്ദി പടം, അതിന്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. അതിലെ പ്രത്യേകത എന്ന് വെച്ചാൽ രോമം വരെയുണ്ട്. രോമം മാത്രമല്ല, അതിന് സംഭവം അറിയാം, പല്ല്, നാക്ക്, ഇതെല്ലാം ഉണ്ട് അതിനകത്ത്. ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, പക്ഷെ അതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് അത് കാണാൻ പറ്റില്ലെങ്കിലും. ഇതിപ്പോ നിങ്ങളുടെ ഡെമോ ആയിട്ട് വെച്ചതെന്ന് പറഞ്ഞു. ഈ പറയുന്ന ഇവിടെ വെച്ചേക്കുന്നതൊക്കെ നിങ്ങൾ വർക്കിന് കൊടുത്തതാണോ? ഇത് കുറച്ച് സാധനങ്ങളൊക്കെ വർക്കിന് കൊടുത്തു. ഇതൊക്കെ ജസ്റ്റ് ഓരോ മെറ്റീരിയൽ ഒക്കെ വാങ്ങുമ്പോൾ ഡെമോൺസ്ട്രേഷൻ ചെയ്ത് നോക്കുന്നത്. ഇതൊക്കെ ഇത് മെറ്റീരിയൽസ് വാങ്ങി സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും വരുന്നവർക്ക് ഇതിപ്പോ എത്രത്തോളം ഫ്ലെക്സിബിലിറ്റി കാര്യങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് സംഭവങ്ങളൊക്കെയാണ്. മങ്കിമാൻ. ഓക്കെ, ജസ്റ്റ് ഇതൊക്കെ പോയതാ കുറേ വർഷം സാധനങ്ങളൊക്കെ ഉണ്ടോ. ജയ് ഹനുമാൻ മങ്കിമാൻ നോക്കട്ടെ. എന്റെ ക്യാമറ ചിരിക്കണ്. അപ്പൊ ഇത് കൈ പിടിച്ചോ. പിന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് ഓരോ രോമം എടുത്തിട്ടാണ് നമ്മളിത് പിൻ ചെയ്ത് സെറ്റ്. ഇത് എന്താ മെറ്റീരിയൽ? ഇത് മെറ്റീരിയൽ സിലിക്കൺ ആണ്. ഇത് US നിന്നാണ് നമ്മൾ കൊണ്ടുവരുന്നത്, ഇമ്പോർട്ടഡ് ആണ്. ഇത് ഇന്ത്യയിൽ 2 സ്ഥലത്തേ ഉള്ളൂ, ഒന്ന് ഡൽഹിയിലും ഒന്ന് മുംബൈയിലും ആണ്. അവിടെ പോയി എടുത്തോണ്ട് വന്നു. അവിടെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നാട്ടിൽ സംഭവം കിട്ടും. ഈ നഖമൊക്കെ അങ്ങനെ അതനുസരിച്ച് ഇങ്ങനെ ഇതിനകത്ത് കുറച്ചുകൂടെ വർക്ക് ഉണ്ട് എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ചെയ്യാനുണ്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡെമോൺസ്ട്രേഷൻ ഒരാൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത സംഭവം. കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഐറ്റം കിട്ടും. ചേട്ടാ, ഇവിടെ ചേട്ടന്റെ കസ്റ്റഡിയിൽ ലാലേട്ടന്റെ കൈ ഉണ്ടെന്ന് കേട്ടോ. ലാലേട്ടന്റെ കൈ ഇരിപ്പുണ്ട്. അത് വർക്ക് കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഞാൻ അധികം ആരെയും കാണിക്കുന്നില്ല. അത് വർക്ക് കുറച്ച് തീരാനുണ്ട്. ലാൽസാറിന്റെ കയ്യിൽ നിന്ന് എടുത്ത മോൾഡ് ആണ്. അതെങ്ങനെ നിങ്ങൾ എടുക്കുന്ന? മറ്റേ ബോർഡബിൾ മെറ്റീരിയൽ ഉണ്ട്, അത് വെച്ചിട്ട് അപ്പൊ കറക്റ്റ് ടെക്സ്ചർ കിട്ടും. അതിനുശേഷം അതിന്റെ മുകളിലാണ് വർക്ക് നടക്കുന്നത്. അതിനകത്ത് നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാം, പിന്നെ അതിനകത്ത് കളർ ചെയ്യാം, പിന്നെ രോമം കുത്താം.
അങ്ങനെയാണല്ലേ. ആ ഡെഡ് ബോഡി ഒക്കെ വർക്ക് ചെയ്ത് ഇവിടെ തന്നെയാണോ അതോ ഡെഡ് ബോഡി വർക്ക് ചെയ്ത് എറണാകുളം, നമുക്ക് അവിടെ എറണാകുളത്ത് ഒരു സ്പേസ് ഉണ്ട്, അവിടെയാണ് നമ്മൾ എറണാകുളത്ത് വർക്ക് ചെയ്തത്. പിന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ കുറച്ച് സാധനങ്ങളുണ്ട്. ചേട്ടന്റെ പുതിയ പടത്തിന്റെ ആണല്ലേ? അതെ അതെ, അധികം എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല, ജസ്റ്റ് കാണിക്കാനേ പറ്റത്തുള്ളൂ. ബറോസിൽ ഒടിയന്റെ ടാഗ് ലൈൻ ഒക്കെ അത് ഒടിയന്റെ മാല അച്ഛനയച്ച ഈ ലോക്കറ്റ് ഒക്കെ ചെയ്ത പ്രൊമോഷന്റെ സമയത്ത്. വാലിബന്റെ ആ കമ്മല് ചെയ്തത് സേതുചേട്ടന്റെ അച്ഛൻ, അത് ഭയങ്കര ഇപ്പൊ ആളുകള് അത് അല്ലാതെ ചെയ്യിപ്പിക്കുന്നുണ്ട് ഗോൾഡിലൊക്കെ ചെയ്യും. ഞാൻ കാണിച്ചിരുന്നു. അതായത് ആ സമയത്ത് വാലിബനകത്തെ ആ കമ്മല് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടായിരുന്നു. അത് ലിജോ ജോസ് ഡയറക്റ്റ് പറഞ്ഞ് ചെയ്യിപ്പിച്ചു. അത് സുയിത്തുണ്ട് കോസ്റ്റ്യൂമർ, പുള്ളിയും ഡയറക്ടർ കൊടുത്ത സാധനമാണ്. അന്ന് എനിക്ക് പുള്ളിയായിട്ട് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. പുള്ളി പിന്നെ മുരളിച്ചേട്ടനുണ്ട് ലാൽസാന്റെ കോസ്റ്റ്യൂമർ, അദ്ദേഹം കൂടാണ്. ഇത് വെളിയിൽ വിടാൻ പറ്റാത്തൊരു മൊട്ടത്തലേനാട്ടാ, അതുകൊണ്ട് സൈഡ് കാണിച്ചാൽ മതി. അതന്നെ സൈഡ് മാത്രമേ. ഇതൊക്കെ കട്ട് ചെയ്യാനുള്ള ഈ പിരുകൊക്കെ ഇനി കട്ട് ചെയ്ത് ഇത് പിൻ ചെയ്ത് ഒറിജിനൽ മുടിയാ. ഇതിനെയും കട്ട് ചെയ്ത് കറക്റ്റ് ഒറിജിനൽ മുടി നിങ്ങൾ എവിടെ പോയി എടുക്കും? ബാർബർ ഷോപ്പിൽ പോയോ? ബാർബർ ഷോപ്പിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ താടിയൊക്കെ വളർത്തുന്ന ആൾക്കാരുടെ നമ്മൾ നേരത്തെ പറയും ഒന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഓ, ഇതൊരു ബിസിനസ് ആയിരുന്നല്ലേ? എങ്കിൽ ഞാൻ എന്റെ മുടി വെട്ടുന്നതിന് മുമ്പ് പറയാം. നല്ല മുടിയാണ്, ഏതിനാലും ചേരും. സായിപ്പിനെ ചേരത്തുള്ളൂ. അത് ചേരും, ഒന്നും ചെമ്മൻ മുടിയില്ല, അപ്പൊ കുഴപ്പമില്ല, അത് ചേരും. ഇപ്പൊ അങ്ങനെയാന്ന് അറിയത്തില്ലല്ലേ. പക്ഷെ ഈ ആളെ കാണാൻ നല്ല സുന്ദരനാട്ടോ. വിദേശിയാണ്. പിന്നെ ഇതിനകത്തൊരു ഇത് അത് കട്ട് ചെയ്ത പോർഷൻസ് വേറെ സംഭവം ഞാൻ കാണിച്ചു തരാം. ഫേസ് കാണിക്കുന്നില്ല. ഇതിന്റെ അടിയിൽ നമ്മൾ ഫേസ് റിവീൽ ചെയ്യുന്നില്ല. ഇത് ഇങ്ങനെയാണ് ഇത് കട്ട് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് പേടിയും അറപ്പും ഒക്കെ തോന്നും ഒരേ സമയം. ഇത് ബ്ലഡും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഫീൽ ആയിരിക്കും. ഈ സിനിമകളിൽ ഈ തല വെട്ടി വെച്ച് പ്ലേറ്റിൽ കൊടുക്കുക എന്ന് പറയാം അല്ലേ? ഇത് അസ്ഥിയായിട്ടാണോ നിങ്ങൾ ഇതെങ്ങനെ ഡീറ്റെയിലിംഗ് ചെയ്യാൻ നോക്കണം? നമ്മൾ കുറച്ച് റെഫറൻസ് ഒക്കെ നോക്കിയിട്ടാ പിന്നെ വർക്ക് ചെയ്യുന്നേ. ഓക്കെ, ഈ റെഫറൻസ് എവിടെ നിന്ന് കിട്ടും? ഇത് കാണാനുള്ള ഒരു മനക്കരുത്ത് വേണ്ടേ? അത് വേണം. ഞങ്ങളുടെ ക്യാമറമാൻ ഒരു ഡൗട്ട് ചോദിച്ചേട്ടോ, ശരിക്കും നിങ്ങൾ തല വെട്ടി എടുത്ത ആളുടെ അടുത്ത് പോയിട്ടാണോ അത് റെഫറൻസ് ചെയ്യുന്നത്? അല്ല, അത് കണ്ടിട്ടുണ്ട്. എന്നറിയോ, ഞാൻ മാവേലിക്കരല്ലേ പഠിച്ച സമയത്ത് അവിടെ റെയിൽവേ ട്രാക്കിൽ ഒരാടെ തല കട്ടായിട്ട് കിടക്കുന്ന കണ്ടിട്ടുണ്ട്. എനിക്കത് പേടിയുണ്ടായിരുന്നു. എൻ്റെ കൂടെ ഒരു ഫോട്ടോഗ്രാഫർ നമ്മുടെ സുഹൃത്തുണ്ടായിരുന്നു. അവനടുത്ത് കുറച്ചുകൂടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തത്. അപ്പം ഞാൻ കുറച്ച് ദൂരത്ത് നിന്ന് കണ്ടു. പിന്നെ അത് തല ഇങ്ങനെ കറക്റ്റ് ഷാർപ്പ് കട്ടായിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. പിന്നെ അവനത് ഫോട്ടോ എടുത്തു. പിന്നെ മനസ്സിലാക്കി ഇത് കഴിഞ്ഞു പോയി, ഇനിയിപ്പോൾ കണ്ടാലും കുഴപ്പമില്ലല്ലോ, നമ്മളിനി എന്ത് കാണിച്ചെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞു പോയ സംഭവം. പിന്നെ അതുകൊണ്ട് തന്നെ അത് പഠിക്കാൻ ഞങ്ങളിപ്പോൾ ഫൈൻ ആർട്സിൽ പഠിച്ച സമയത്ത് മെറ്റീരിയൽസ് നോക്കി പഠിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് കണ്ടപ്പോഴും പിന്നെ സൂം ചെയ്ത് അത് പിന്നെ നമ്മുടെ മെമ്മറിയിൽ ഇങ്ങനെ കിടക്കും. പിന്നെ നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ റെഫറൻസ് ഒന്നും ആവശ്യം വരുന്നില്ല. കറക്റ്റ്. അപ്പോൾ ഇങ്ങനെ തന്നെയാണ് ഒരു മനുഷ്യ ശരീരം ഏകദേശം അതുകൊണ്ടൊക്കെ തന്നെ. കാരണം കുറച്ച് പിന്നെ ഇവിടെ ഉണ്ടാവുന്ന കുറച്ച് മറ്റേ എന്താ പറയുക, നമ്മുടെ ബോഡിയുടെ എന്തോ അതിന്റെ പേര് മാംസം മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിയും പെറുക്കി. പിന്നെ അത് ആ ഷൂട്ട് സമയത്ത് നമ്മൾ ചില സാധനങ്ങളൊക്കെ ചിലപ്പം ആഡ് ചെയ്യും. പറഞ്ഞു കിടക്കുന്ന സാധനമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഫ്ലോട്ടിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കിടക്കുന്ന സാധനങ്ങൾ. ഇയാളെ കൊന്നതാണോ? തലവെട്ടി എന്തിനെല്ലാരും തലവെട്ടി കൊല്ലുന്നത്? അല്ല, അത് അങ്ങനെ വരുന്ന വർക്കല്ലേ ഇങ്ങോട്ട് വരുന്നത്. തല വെട്ടുന്ന സംഭവമല്ലേ ഇങ്ങോട്ട് വരുന്നത്. ഒറിജിനൽ ആണെങ്കിൽ മറ്റേ. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഡീറ്റെയിലിംഗ് ഇപ്പൊ നമ്മളെ എന്നെ കാണിച്ചതിനകത്തേ ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പ് ദീശ ഉണ്ടല്ലോ, അതെങ്ങനെ നിങ്ങൾ ചെയ്യാനുണ്ട്? ഇതിനകത്ത് ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് തന്നെ എംബോസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ചിലതിനകത്ത് അവരുടെ ടെക്സ്ചർ ഉണ്ടാവും. ടെക്സ്ചർ ഓൾറെഡി നമ്മൾ എടുക്കുമ്പോൾ തന്നെ എൻ്റെ ഇംപ്രഷനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. അതിന് എംബോസ് ചെയ്തെടുക്കും. അല്ലെങ്കിൽ പിന്നെ പെയിൻറ്റ് ചെയ്ത് നമ്മൾ ചെറുതായിട്ട് ഇച്ചിരി തിക്കായിട്ട് ഓരോ പോയിന്റ് ചെയ്തെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒറിജിനൽ മുടി കുത്തി വെച്ചിട്ട് അത് ഷേവ് ചെയ്തെടുക്കും. ഇതിൽ കണ്ട ഈ ആളുടെ മുഖത്ത് ചെറുതായിട്ട് മുഖക്കുരുവിന്റെ ഉള്ള ഇതെല്ലാം ഉണ്ട്, പാടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. അതാണ് ചോദിച്ചേ. ഇപ്പം അതിപ്പം എന്നെ എടുക്കുവാണെങ്കിൽ എങ്ങനെയായിരിക്കും എടുക്കുന്നത്? ഫേസിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. അതിനാദ്യം മറ്റേ ഏത് സാധനം ചെയ്യുന്നത്? മറ്റേ മാസ്കിന് ബോർഡബിൾ മെറ്റീരിയൽ. ഞാൻ അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. പ്രോസസ് അത് വെച്ചിട്ട് മുഖത്ത് വെച്ചിട്ട് പിരിവൊന്നും പോകത്തില്ല. പിരിവും കണ്ണുകളൊന്നും പോകത്തില്ല. ചില മെറ്റീരിയൽസ് ഉണ്ട്, അത് പിരിവും സൈതം പൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കുഴപ്പമില്ല, സ്കിൻ സേഫ് ആണ്. പക്ഷെ ശരിക്കും ഇതൊരു രണ്ട് രീതിയിൽ ഉപകരിക്കാം അല്ലേ? അതായത് ഇത് എത്ര നാൾ നിലനിൽക്കും? നിന്നോളൂ. നമുക്കിപ്പോ മരിച്ചു പോയ ഒരാളുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ അതായിട്ട് ആലോചിച്ചേ, മരിച്ചൊക്കെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ മരിച്ചു പോവുകയൊക്കെ ആണെങ്കിൽ നമുക്ക് അവരെ കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷെ ഇതിൽ ഭയങ്കര ലൈഫ് തോന്നിക്കുന്നുണ്ട്. ഞാനല്ല, കൈയൊക്കെ നമുക്ക് ഭയങ്കര മറ്റേ വാക്സ് ആണ് പിന്നെ ഒരു കാലത്ത് ആളുകൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫോട്ടോസ് ആണ്. പക്ഷെ ഇതൊരു സാധ്യതയാണ് കേട്ടോ. ആണല്ലേ? ഇതിന് ഹൈ ഇതാവോ? റേറ്റ് ആവും. പിന്നെ ഏതാ ഈ അടുത്തിടെ ചെയ്ത വർക്കുകൾ? പുതിയ എമ്പുരാന്റെ വർക്ക് കഴിഞ്ഞിട്ട് വന്നേ ഉള്ളൂ. എമ്പുരാന്റെ വർക്ക് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ.
ഇത് കഷിയുടെ തന്നെ പഴയ അത് മോന്തയാട്ടോ. പിരികൊക്കെ പൊഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഇത് ഇതൊക്കെ കളർ അടിക്കാനുള്ള ഇതൊക്കെ ഇത് ഒറിജിനൽ അല്ലല്ലേ? ഒറിജിനൽ. അത് ഒരാളുടെ കാലിൽ നിന്ന് എടുത്തതിന് ഡീറ്റെയിൽ കാണാൻ പറ്റും. ശ്രദ്ധിച്ചൊന്ന് അടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും. ഇത് നോക്കിക്കേ, ഇതിന്റെ ഡീറ്റെയിലിംഗ് നോക്കിക്കേ, കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കാലിലെ ഞരമ്പ് സഹിതം അയാളുടെ ആ മാർക്കുകളും എല്ലാം കറക്റ്റായിട്ട് കിടപ്പുണ്ട്. ഇത് കാൽപ്പത്തി മാത്രമേ എടുത്തിട്ടുള്ളൂ അല്ലേ? ഇതിപ്പോ പുതുതായിട്ട് സജിച്ചേട്ടൻ ചെയ്യുന്ന വർക്കാണല്ലേ? ഇത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഓക്കെ. ഇത് മാത്രമാണ് ഞങ്ങളൊക്കെ ചെറുതിലെ മുതൽ കണ്ടുപിടുന്ന സാധനം. ഇതിൽ അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ക്ലേ വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിന്റെ മോൾഡ് എടുത്തിട്ട് പിന്നെ ഇത് കാസ്റ്റ് ചെയ്തിട്ട് അതാണ് മുഖത്തൊട്ടിരിക്കുന്നത്. ഓ അങ്ങനെയാണല്ലേ? അതായത് ശരിക്കും ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഈ പറയുന്ന സിമ്പിൾ മുഖത്തെ എല്ലാ ഡീറ്റെയിലിങ്ങും കിട്ടും. അതെ. അതിനെ പിന്നെ അങ്ങനെ മുകളിൽ പിന്നെ നമുക്ക് വേണ്ട ഭാഗത്ത് ഇപ്പൊ ഞാൻ ഒറ്റ ഒരു മാസ്ക് പോലെ ചെയ്തിരിക്കുക. സാധാരണ ഓരോ പീസായിട്ട് ഓരോ സെപ്പറേറ്റ് പീസായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നിറച്ചും കുറെ ഫോട്ടോസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. അത് ആദ്യമായിട്ട് സിനിമ വന്നപ്പോൾ ഫസ്റ്റിലെ ചെയ്ത സ്കെച്ച്. അതുകൊണ്ട് ആ സെൻട്രലിലുള്ള അത് കുട്ടേട്ടനാണത്, വിജയരാഘവൻ. മറ്റേ ഒരു പടത്തിനകത്തെ പൂക്കാലത്തിന്റെ ഞാനാണ് ചെയ്തത്. പക്ഷെ ഇത് അതിനൊക്കെ വർഷം മുമ്പ് 2014 ദർബോണി എന്ന് പറഞ്ഞിട്ടൊരു മൂവിക്ക് വേണ്ടിയിട്ട് ചെയ്ത സംഭവമാണ്. അത് ഫസ്റ്റ് ചെയ്ത സ്കെച്ചായിരുന്നു. ഇതിനകത്ത് തിരുത്തുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ചെയ്ത സ്കെച്ചാണ് കൺഫേം ആയത്. ഇതാണ് ഫസ്റ്റ് ചെയ്തത്. ഞാൻ പിന്നെ അത് കളഞ്ഞിട്ടില്ല. അത് അങ്ങനെ തന്നെ സൂക്ഷിക്കുക. അതിന്റെ പ്രിന്റും അല്ല, ഒറിജിനൽ ചെയ്ത സാധനം തന്നെ, ഒറിജിനൽ പെൻസിൽ ചെയ്ത സംഭവം. ഇപ്പൊ ആരെങ്കിലും അല്ലാണ്ട് സിനിമയ്ക്ക് അല്ലാണ്ട് ഇതുപോലെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ വർക്കും കൊണ്ട് വന്ന് ചെയ്യിക്കാൻ നോക്കിയിട്ടുണ്ടോ? സിനിമയിൽ അല്ലാതെ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ ഓരോരുത്തർക്കും അവരവരുടെ ഫേസ്, ഇപ്പൊ എനിക്ക് എന്റെ ഫേസ് ചെയ്ത് അങ്ങനെയൊക്കെ കൊടുക്കാൻ അങ്ങനെ ഇപ്പൊ ഒരു വർക്ക് വന്നിട്ടുണ്ട്. അത് ഇത് പുറത്ത് കാണിക്കാന്നുണ്ടോ അല്ലേ? കാണിക്കാൻ കുഴപ്പമൊന്നുമില്ല. പഴയ വന്നിട്ടുണ്ട്, അങ്ങനെ വന്നിട്ടുണ്ട്. ഇപ്പം ഈ ആളുടെ 3D സ്കാൻ ചെയ്തിട്ടേ 3D ആക്കിയിട്ട് അത് പിന്നെ മോൾഡ് എടുത്ത് കാസ്റ്റ് ചെയ്ത്. ഇപ്പം നമ്മൾ ചെന്നൈയിൽ ഒരു കമ്പനിയായിട്ട് ഇങ്ങനെ ടൈപ്പ് ആയിട്ട് പരിപാടി തുടങ്ങിയിട്ട് ഇത് ഇങ്ങനെയാണല്ലേ ഫേസിൽ വെക്കുന്നത്? പല രീതി ചെയ്യും. ഇതിപ്പം ഇത് മുടിയും സാധനങ്ങളും ഒക്കെ കൃത്യമായിട്ട് വരുന്നത് കാരണം ആ രീതി ചെയ്യും. അല്ല മുടിയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് കറക്റ്റ് ആയിട്ട്. കണ്ണത് തന്നെ നല്ലതാ ഇല്ലേ? ഞാൻ ചോദിക്കാൻ വന്നതേ, ഇപ്പൊ ഒരു ആക്ടറിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു സീനിന് വേണ്ടി മാത്രമല്ലേ ഇതിപ്പോ അത്യാവശ്യം വെയിറ്റ് ഉണ്ടല്ലോ. ഇതുപോലെ ഫുൾ ബോഡിയിൽ ഇതുകൂട്ട സംഭവം വെച്ചിട്ടാണ് അവർ അഭിനയിക്കുന്നത്. ഇതൊരു പ്രേതത്തിന്റെ പടം ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിട്ട് ചെയ്തായിരുന്നു. അപ്പൊ അത് അതിനകത്ത് ഇപ്പൊ പ്രേക്ഷകർ ഇത് ഊരിയപ്പോഴായിരിക്കും പേടിച്ചത്. എന്താ വെയിറ്റ് ഉണ്ട്. ഫുള്ള് ബോഡിയിൽ വെച്ചിട്ടൊക്കെ അവർ അഭിനയിക്കുന്നത്. ഈ ബ്ലഡ് നിങ്ങൾ എങ്ങനെയാ സെറ്റ് ചെയ്യുന്നത്? ആ ബ്ലഡിന്റെ കളർ സെറ്റ് ചെയ്യുന്നതാണോ അതോ? അത് ബ്ലഡ് മേക്കപ്പ് ടീംസ് തരുന്ന സംഭവമാണ്. മേക്കപ്പിന്റെ അവർ തരുന്ന. പിന്നെ ഞങ്ങൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യം ഫുഡ് കളറും ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കും. തേനും ഫുഡ് കളറും ഒക്കെ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഉണ്ടാക്കും. അപ്പൊ തിക്നെസ് കറക്റ്റ് ആയിട്ട് കിട്ടും. ഇതെല്ലാം ഇതെന്താണ് സ്വന്തം കൺസെപ്റ്റ് ആണ്? ഇതോരോ മൂവിക്കൊക്കെ നേരത്തെ ചെയ്തതൊക്കെയാ. ഇതിപ്പോ കുറച്ചേ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളൂ. ഒത്തിരി ഒരുപാട്. കടുവയല്ല, ഒറ്റക്കൊമ്പൻ. ഈ അടുത്തൊരു ബേബിയെ ചെയ്തില്ലായിരുന്നോ? ഗെറ്റ് ബേബിക്ക് വേണ്ടിട്ട് ചെയ്തായിരുന്നു. ഇതാണ് കേട്ടോ ചേട്ടന്റെ വർക്ക് മുറി. നമ്മുടെ ബേബിയാണേ. ഇത് ചെയ്തോണ്ടിരുന്നപ്പം ഇച്ചിരി ഫോൾട്ട് പറ്റിയ സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കുന്നതാണ്. ഈ ബേബീനെ നിങ്ങൾ അപ്പൊ എങ്ങനെയാ നിങ്ങളുടെ കൈ വെച്ചിട്ട് തന്നെ നിങ്ങൾ ചെയ്യുമോ? എന്തോ കൈ വെച്ചിട്ട് തന്നെ. അതല്ല ഞാൻ ചോദിച്ചത്, അതിന് എവിടെ നിന്നാണ് ഒരു റെഫറൻസ് കിട്ടുന്നത്? അത് നമ്മള് പല ഫോട്ടോസും കാര്യങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ഇതൊക്കെ ചീത്തയായി പോകുന്ന ബേബീസ് ഒക്കെ. ഈ ബേബീസിനൊക്കെ ഈ ആറ്റിലെറിയാനും തോട്ടിലെറിയാനും കുളത്തിലെറിയാനും ഒക്കെ ഉള്ള ബേബീസ് അല്ലേ? അതെ. അത് പിന്നെ ഡെലിവറി ടൈമിൽ കാണിക്കുന്ന സംഭവങ്ങൾ. ഡെലിവറിയിൽ ഇങ്ങനെ എടുത്ത് കയ്യിലെടുത്തിട്ട്. ഓ അത് മിക്കപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഒറിജിനൽ കുഞ്ഞുങ്ങളല്ലല്ലേ? അല്ലല്ല. ഓഹോ. ഇവിടെ ഇതൊരു ടിന്ന് കണക്കിന് ഇതൊക്കെയാ മെറ്റീരിയൽസ്, നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് ഇതൊക്കെയാണ്. പിന്നെ അപ്പുറത്ത് വർക്ക്ഷോപ്പ് ഉണ്ട്. ഇപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റുന്ന സാഹചര്യം കാരണം വെച്ചാൽ മൊത്തം ഈ ഫൈബറും പൊടിയും കാര്യങ്ങളും ഒക്കെയാ. വർക്ക്ഷോപ്പിൽ എന്തൊക്കെയാ ചെയ്യുന്നത്? വർക്ക്ഷോപ്പില് ഇതിന്റെ മോൾഡിങ്ങും കാസ്റ്റിംഗും ഒക്കെ അവിടെ. ഇത് മറ്റേ സ്കിന്നാണ്. അതെ സ്കിന്നിന്റെ. ഓ ഇതാണ് കേട്ടോ സ്കിന്നിന്റെ. ഇതിപ്പം ഏത് സ്കിന്നുകാർക്കാ ഇത് ചേരുന്നത്? ഇതിപ്പോ ഞാൻ പറഞ്ഞ വയറൊക്കെ പൊട്ടി കുളമായിട്ട് കിടക്കുന്ന സംഭവം. അതിനകത്തു നിന്നൊക്കെ സ്കിന്നൊക്കെ ഇളകി കിടക്കുന്ന സാധനം ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ. ഇപ്പൊ എന്റെ സ്കിൻ ആണെങ്കിൽ ഏതാ തുണിയല്ല ഇത്. ഇതിപ്പം ഇത് ജസ്റ്റ് കറക്റ്റ് ആയിട്ടുള്ള സാധനമല്ല. ഇത് പ്രോപ്പർ സംഭവമല്ല. ഇതിങ്ങനെ ഇളകി തൂങ്ങി കിടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കോമൺ ആയിട്ടൊരു സാധനം ഉണ്ടാക്കിയത്. ഇതൊക്കെയാണ് അതിന്റെ മോൾഡുകളും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ മോൾഡുകളാണ്. തലയുടെ ഒക്കെ ഇത് കുട്ടിയുടെ തലയുടെ മോൾഡാണ്. എന്താണ് കുട്ടിയുടെ ക്ലേ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സംഭവം. ക്ലേ ആണോ? അത് ക്ലേ.
കയ്യിൽ ചിലപ്പോഴേ ഇതാകാൻ ചാൻസ് ഉണ്ട്, വര വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് പിടിക്കുക. ഇങ്ങനെ പിടിച്ചു. ഉള്ളിൽ 5 ഇതുണ്ട്. ഇത് ഓക്കെ. അച്ചടാ, കളർ അടിക്കാത്തൊരു ഇറച്ചിയുടെ. കളർ അടിക്കാത്തത് മറ്റേ വാരിയല്ലേ? ആടിൻ്റെ ഒറിജിനൽ ആടിൻ്റെ ബോഡിയിൽ നിന്ന് ഇറച്ചിക്കകത്ത് വന്ന് മോൾഡ് എടുത്തത്. ഒറിജിനൽ അല്ലേ? ഒറിജിനകത്ത് നിന്ന് മോൾഡ് എടുത്തത്. ഇത് കളർ അടിക്കുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. റിയൽ സംഭവം പോലെ തോന്നും. അത് മുഴുവനാണല്ലേ ചേട്ടന്റെ വർക്ക്? അതൊക്കെ ഓരോ വർക്കിന്റെ മോൾഡുകളും കാര്യങ്ങളും ഒക്കെ. നാൽസാറിന് കൊടുത്ത ഗണപതിയുടെ ഒരു മോഡൽ കാണിച്ചത്. ഈ ഗണപതി അന്ന് കണ്ടിട്ടില്ലേ? ബാലഗണപതിയാണോ? ഇത് നമ്മുടെ ആയിട്ടൊരു കൺസെപ്റ്റ്. നാൽസാറിനെ കസ്റ്റമൈസ് ചെയ്ത ഈ സാധനമാണ്. പുള്ളിയെ ഒരു ഡമ്മി ഒരു സാധനം കാണിച്ചു തന്നിട്ട് ആ മോഡൽ നമ്മളായിട്ട് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനം. അത് കണ്ടിട്ടുണ്ടാവും അതിന്റെ ഒറിജിനൽ ഇമേജ്? ഇല്ല. അതിന്റെ ഒറിജിനൽ കാണിച്ചത്. ഓക്കെ ഓക്കെ. ഇത് ഡെമോ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുന്നതാണല്ലോ ഈ വർക്കുകളൊക്കെ? ഇതൊക്കെ ഈ കയ്യും കാലും ഇതേ രോമം അടക്കം. ഈ നഖം എങ്ങനെയാണ് അത് ഇത്രയും ഷാർപ്പനാക്കുന്നത്? കങ്കുവയ്ക്കത്തൊക്കെ ഇയാളുടെ കൺസെപ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. വില്ലന്റെ. ഓക്കെ. കിഡ്നി, ഇതേ ഒറിജിനൽ കിഡ്നി. ആടുജീവിതത്തിലെ കൺസെപ്റ്റ് ആർട്ട് ചെയ്തേക്കുന്നതും അല്ലേ? എത്ര സിനിമയ്ക്ക് ഇപ്പൊ കൺസെപ്റ്റ് ആർട്ട് ചെയ്തിട്ടുണ്ട്? ഒരു പിടിയില്ല. വരുന്നു ചെയ്യുന്നു ഇങ്ങോട്ടേക്ക്. വാലിബന്റെ വള ഞങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത സാധനം ഇതൊക്കെ. കമ്മലച്ചൻ ചെയ്ത കമ്മൽ. ഇതാണ് ഇതിന്റെ നാൽസാറിന് കൊടുത്ത ഗണപതി. കണ്ടോ? പുള്ളിക്ക് വേണ്ടിയിട്ട് കസ്റ്റം ചെയ്ത സംഭവം. മുടിയൊക്കെ ഉണ്ടായിരുന്നു ആൾക്ക്. ഇത് ഈ സിനിമയിൽ വന്ന് 2004 എങ്ങനെയായിരുന്നു കഥകളൊക്കെ? 2014 എങ്ങനെയാ വന്നത്? ഞാൻ ഡിഗ്രിക്ക് അവിടെ രാജാ രവിവർമ്മ കോളേജിലാണ് പഠിച്ചത്. രാജാ രവിവർമ്മ കോളേജ്, ഫൈൻ ആർട്സ് കോളേജ്. അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ അച്ഛൻ സിനിമയിലായിരുന്നു. കൊച്ചി രാജാവിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് അപ്പനെ വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആദ്യം ഒരാളെ കൊണ്ടുവരില്ല. ആ പുള്ളി എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛനായിരുന്നു. പുള്ളി സിനിമയിലുള്ള നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞങ്ങൾ കാര്യം പറഞ്ഞപ്പോൾ പുള്ളി ഞങ്ങളെ പറഞ്ഞ പോലെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു എനിക്ക് സിനിമയിലെ ലൊക്കേഷനൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണെന്നൊന്നും അറിഞ്ഞില്ല. അപ്പോൾ പുള്ളി ഒന്ന് അഭിനയിക്കാനുള്ള അവസരം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് പോയി. അവിടെ ചെന്ന് യുഗപുരുഷൻ സിനിമയായിരുന്നു, യുഗപുരുഷൻ. അപ്പോൾ അവിടെ ചെന്ന് അങ്ങനെ നമുക്കൊരു ആദ്യത്തെ പ്രാവശ്യം മുടങ്ങിപ്പോയി. ഇച്ചിരി പ്രശ്നമൊക്കെ ഞങ്ങൾക്ക് റൂമൊന്നും കിട്ടാൻ ഞങ്ങൾ ഭാരതപ്പുഴയുടെ തീരത്തൊക്കെ കിടന്ന് ഉറങ്ങിയൊക്കെ ചാകപ്പെടാലമ്പൊക്കെ ആയിരുന്നു. ഭയങ്കര പ്രശ്നമായിരുന്നു. പുള്ളി ഇതൊന്നും അറിഞ്ഞില്ല. ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം നമുക്ക് അവസരം കിട്ടി. ഞങ്ങൾ ചെറിയ സാധനമായിരുന്നു, അതൊക്കെ അഭിനയിച്ചു. അതുകൊണ്ട് പിന്നെ അവിടെ വെച്ച് സന്തോഷ് സബർണി എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ ഉണ്ടായിരുന്നു. പുള്ളിയെ പരിചയപ്പെടുത്തുന്ന പുള്ളിക്കാരൻ. അങ്ങനെ പുള്ളിയെ പരിചയപ്പെട്ടു. പുള്ളി ഞങ്ങൾക്ക് പുള്ളിയുടെ ഫസ്റ്റ് എടുത്ത് ഞാൻ VFX പഠിച്ചായിരുന്നു പണ്ടാമൃതയിൽ. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഗ്രാഫിക്സ് ചെയ്യാൻ ചോദിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ നമ്മുടെ ഇടയൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഒരു ക്രൈസ്റ്റ് മൂവിയായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇതിനെ പോയി രണ്ടാമത് പുള്ളിയുടെ അർദ്ധനാരി എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു. അറിയാം അർദ്ധനാരി? അത് തന്നെ, മനോജ്. അപ്പോൾ ആ പടത്തിന് പോയ സമയത്ത് റഷീദൊക്കെ പരിചയപ്പെടുന്നത്, പട്ടൻ റഷീദ്. അപ്പോൾ അങ്ങനെ പുള്ളിക്ക് വേണ്ടിയിട്ട് ഈ സ്കെച്ച് ചെയ്ത് കൊടുത്ത് തുടങ്ങിയായിരുന്നു. അവിടെ വെച്ച് അങ്ങനെ ഒരു ചെറിയൊരു ബാക്ക് സ്റ്റോറിയാണ്. അത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയായിരുന്നു. അല്ലല്ല, ഞാൻ പറഞ്ഞേക്കെ നമ്മൾ ഈ സിനിമയിൽ എത്തുക എന്ന് പറയുന്നത് ഒരു ആരും അറിയത്തില്ലാത്ത ഒരു സ്ഥലത്ത് നമ്മളെ എത്തുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. സിനിമയിൽ ആരും ഇല്ലല്ലോ. കുറെ സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെയാണ് വന്നത്. കുറച്ചധികം സ്ട്രഗിൾ ചെയ്തിട്ടാണ്. അല്ല, ഇന്നിപ്പോ ലാലേട്ടന്റെ കൂടെയല്ലേ ഇപ്പം ലാലേട്ടനെ ഗിഫ്റ്റ് കൊടുക്കുന്നു, ലാലേട്ടന്റെ കൈ എടുക്കുന്നു. അല്ല, പുള്ളിയുള്ളത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പം കന്നഡ പടമൊക്കെ അദ്ദേഹം പിടിച്ചുന്ന വർക്കുകളാണ്. കന്നഡത്തിൽ നിന്ന് പിന്നെ എവിടെ നിന്നൊക്കെയാണ്? കന്നഡ, തമിഴ് എല്ലാം ചെയ്യുന്നുണ്ട്. കന്നഡ, തമിഴ് പിന്നെ ഹിന്ദിയിലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു ഇടയ്ക്ക്. സേതു വഴിയാണോ അച്ഛന് അവസരം കിട്ടിയത്? അത് എൻ്റെ അച്ഛൻ ഇത് ചെയ്യുന്ന അറിയായിരുന്നു, മുരളീചരനൊക്കെ അറിയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു ഞാനങ്ങനെ പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞു. ഭയങ്കര ഹിറ്റായി. എന്താണല്ലോ സേതു പുതിയ വർക്കൊക്കെ നടക്കട്ടെ. സേതുവിന്റെ കുറേ സാധനങ്ങൾ എന്താ പറയാ, അവിടുത്തെ കൺസെപ്റ്റ് ഒന്നും നമുക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഇവിടെ സിനിമ പുതിയ സിനിമയുടെ ആകുമ്പോൾ കുറെ ചെയ്തൊക്കെ കൊണ്ട് കൊടുത്ത് വിട്ട് പിന്നെ അവിടെ സാധനങ്ങൾ കാണിക്കാൻ പറ്റില്ല, റിലീസ് ആകാനുള്ളതുകൊണ്ട്. ഓക്കെ, എന്താണേലും ലാലേട്ടൻ്റെ അടുത്ത ആളാണ് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, അല്ല അടുത്ത ആളാണെന്നുള്ളത് ഇവിടെ നിറച്ചുള്ള ഫോട്ടോസിൽ മനസ്സിലായിട്ടുണ്ട്.
അല്ല പുള്ളി നല്ല സപ്പോർട്ടാണ്, ഭയങ്കര എന്താ പറയാ, അതുകൊണ്ട് പേരൊക്കെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, എനിക്ക് തിരിച്ച് എഴുതി തന്ന, ഓക്കെ, ഇപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് എഴുതി തന്ന പുള്ളി എഴുതിയത് ഒരു ദിവസം വന്നിട്ട്. എഴുതി തന്നാണോ? ആ ഇപ്പുറത്തുനിന്ന് നമുക്ക് ഇങ്ങോട്ട് എഴുതത്തില്ലേ, നമ്മളിങ്ങനെ എഴുതുന്നത് തന്നെ പുള്ളി ഇവിടുന്ന് ഇങ്ങോട്ട് എഴുതുക, അറബിക് സ്റ്റൈലോ? ആ അങ്ങനെ ഇവിടുത്തെ എഴുതുന്ന ആ സംഭവം. എന്നാലും ചെയ്തു, ഇനി അടിപൊളിയായിട്ട് വരട്ടെ. ഓക്കെ, പുതിയത് ബാറോസും മറ്റേ എന്താ ബാറോസ് എമ്പുരാൻ. എമ്പുരാനിലൊക്കെ കിടിലം വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പുറത്ത് ഇപ്പൊ കാണിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ എമ്പുരാൻ ഇറങ്ങിയിട്ട് ഞങ്ങൾ വരാം, അപ്പൊ ആ വർക്കും കൂടെ കാണിക്കാം. താങ്ക് യു. ഓക്കെ ശരി.